نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. ബഹുമാനരായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിന്റെയും, അത് അചേതനമാവട്ടെ സചേതനമാവട്ടെ, എന്തൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതിന്റെയൊക്കെ ശ്രദ്ധാവും അതിന്റെ മുഴുവൻ അധീസാധികാരവും അള്ളാഹുവിനാണ് എന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഈ സൃഷ്ടികളിൽ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തത്, സ്ഥാനം നൽകിയത്, ആദരിച്ചത് മനുഷ്യരായിട്ടുള്ള നമ്മളെയാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ അവന്റെ ദൗത്യം എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു ഇതേ മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരുടെ കൃത്യമായിട്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അത് ദിക്റുള്ളയിൽ നിന്ന് തുടങ്ങി ഇഖ്ലാസുള്ളയും തഖ്വയുള്ളയും
തഖറബുള്ളയും അതേപോലെ തന്നെ വഹദത്തുൽ അഖീദയും ഒക്കെയായി നമ്മുടെ ജീവിതം സമർപ്പിക്കപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമർപ്പിക്കുന്നവൻ എന്നാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സമർപ്പണം എന്ന് പറയുന്നതാണ്. ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളും മേഖലകളും ഈ സമർപ്പിതമാവേണ്ടതുണ്ട്. ഷഹാദത്തിൽ നിന്ന് തുടങ്ങി നമസ്കാരത്തിലൂടെ കടന്നുപോയി അത് സക്കാത്തും നോമ്പും ഹജ്ജും ഒക്കെ താണ്ടി വരുമ്പോ ഇതിനേക്കാൾ വലിയൊരു സമർപ്പണത്തെ നമുക്ക് വേറെ കാണാൻ കഴിയുകയില്ല. എല്ലായിടത്തും ആ സമർപ്പണമുണ്ട്. നമ്മുടെ ഷഹാദത്തും നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും ഒക്കെ നമ്മുടെ ആത്മാവിന്റെ സമർപ്പണമാണ്. നമ്മുടെ നോമ്പും നമസ്കാരവും എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സമർപ്പണമാണ്, ബലിയാണ്. നമ്മുടെ സക്കാത്ത് എന്ന് പറയുന്നത് സമ്പത്തിന്റെ സമർപ്പണമാണ്. നമ്മുടെ ഹജ്ജ് സമ്പത്തിന്റെയും ശരീരത്തിന്റെയും ബലിയും സമർപ്പണവുമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും നമ്മൾ സൃഷ്ടിച്ചത് എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിൽ വിശിഷ്യ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്ന നമ്മുടെ സൃഷ്ടാവ്, നമുക്ക് വെള്ളവും വായുവും നമ്മുടെ റിസ്ക്കും അടക്കം ഓരോ സെക്കൻഡിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോന്നിന്റെയും പിന്നിലുള്ള ദാതാവ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി. ആ ലക്ഷ്യ സാക്ഷാത്കരണത്തിൽ നമുക്ക് ഒരുപാട് വഴികളും മേഖലകളും ഉണ്ട്. ആ മേഖലകളിൽ ചില സന്ദർഭങ്ങളും ചില സമയങ്ങളും അള്ളാഹു ആ നിലക്കാണ് നമുക്ക് സംവിധാനിച്ചു തന്നിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് ഈ ഹജ്ജിന്റെ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അഥവാ ദുൽഖഅദ മാസത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് ഹാജിമാർ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് അവന്റെ പൊരുത്തം ആഗ്രഹിച്ച് വിശുദ്ധ ഭൂമിയിൽ ഒത്തുകൂടിയിരിക്കുന്ന സന്ദർഭമാണിത്. ലോകത്തിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം വിശ്വാസികൾ ഈ ഒരു കർമ്മത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി. 25 ലക്ഷത്തിലധികം ആളുകളാണ് ഇത്തരം ഒരു കർമ്മത്തിന് വേണ്ടി ഓരോ വർഷവും സാക്ഷികളാകുന്നത്. ഈ സന്ദർഭത്തിൽ വിശ്വാസികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ചില സമർപ്പണം, ആ സമർപ്പണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉദഹിയ്യത്ത് എന്ന് പറയുന്നത്. ദുൽഹജ്ജിന്റെ 10 മുതൽ 13 സൂര്യാസ്തമയം വരെ നമ്മൾ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത്. ഇതൊരു ഇബാദത്താണ്, അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. സാധാരണ നിലക്കുള്ള ഒരു അറവ് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവസത്തെ പരിചയപ്പെടുത്തിയിടത്ത് യൗമുൻ നഹർ എന്നാണ് ദുൽഹജ്ജ് 10 ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഒരു കർമ്മത്തെ ബോധ്യപ്പെടുത്തിയിട്ട് ഇതിന്റെ മാഹാത്മ്യങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ഹജ്ജിന്റെ ഒരു ഭാഗത്ത് അല്ലാഹ് പറയുന്നു വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറ ഇസ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അനാം വഇലാഹുകും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. ഖുർആനിന്റെ ഒരു പ്രഖ്യാപനം ഇങ്ങനെയാണ്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ, എല്ലാ സമുദായത്തിലും നമ്മൾ അവരുടെ ഇബാദത്തുകൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്, അവരുടെ ആരാധനാ കർമ്മങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹ് പറയുന്നു നമുക്ക് നിശ്ചയിച്ച ഇബാദത്തുകളിൽ ഒന്ന് നിങ്ങൾക്ക് അല്ലാഹു റിസ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള ആ ഭക്ഷണത്തിന്റെ ഭാഗമായി അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുള്ള നാൽക്കാലികളിൽ നിന്നും അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ അറക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും മറ്റുള്ളവരെ ഭക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്നിട്ട് അള്ളാഹു ചേർത്ത് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഫഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ഇലാഹ് എന്ന് പറയുന്നത്, നിങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് അവൻ ഏകനാണ്. ഫലഹു അസ്ലിമു, അതുകൊണ്ട് നിങ്ങൾ അവന് വേണ്ടി മാത്രം, അവനാണ് നിങ്ങൾ കീഴ്പ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഈ നാൽക്കാലികളും ഇത്തരത്തിലുള്ള ജന്തുജാലങ്ങളും ഒക്കെ ആളുകൾ ആരാധിക്കുന്ന അവസ്ഥ ലോകത്ത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇത്തരം ജീവജാലങ്ങളെ ദൈവമായിട്ട് വരെ ചിത്രീകരിക്കുന്ന അവസ്ഥകളുണ്ട്. നമ്മുടെ രാജ്യത്ത് പോലും നമുക്കത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹു ഇത്തരം ജീവജാലങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏകനായിട്ടുള്ള നിങ്ങളുടെ ഇലാഹിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് ചേർത്ത് പറയാനുള്ള കാരണം. ഇവിടെ നമുക്ക് 2-3 തരത്തിലുള്ള അറവുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ആദാത്തായിട്ടുള്ള അറവുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഈ പോഷകം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മൃഗങ്ങൾ, ഈ ബലിമൃഗങ്ങൾ, ഒട്ടകവും ആടും മാടും ഒക്കെ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നത്
ഒന്ന് ശരീരത്തിന് പോഷകമായിട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ മൃഗങ്ങളുടെ പാല് നമുക്ക് അത് വൈറ്റമിനാണ്, പോഷകമാണ്. അതിന്റെ മാംസം എന്ന് പറയുന്നത് ആരോഗ്യ സംവിധാനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കാലത്ത് സവാരിക്ക് വേണ്ടിയും ചുമടുകൾ വഹിച്ചു കൊണ്ടുപോകാനും ഭാരം വഹിക്കാനും ഒക്കെ ഈ മൃഗങ്ങളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇന്നും അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ചില സ്ഥലങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാത്തിലും ഇതിലൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ട്. ഈ മൃഗങ്ങളുടെ ജന്തുജാലങ്ങളുടെ തോലുകൾ, അതിന്റെ രോമങ്ങളൊക്കെ പല വസ്തുക്കളുടെയും ഉപയോഗത്തിന് വേണ്ടി അതൊക്കെ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം മൃഗങ്ങളെ സാധാരണ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി അറക്കുന്ന അറവ് നമ്മുടെ നാട്ടിൽ നമുക്ക് ദിനേന കാണാൻ കഴിയും. രണ്ടാമത്തേത് ഇബാദത്തായിട്ടുള്ള അറവാണ്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? അത് ഉലഹിയത്തിന് വേണ്ടിയും അക്കീഖക്ക് വേണ്ടിയും ഒക്കെ അറുത്തുകൊണ്ടിരിക്കുന്ന സംവിധാനം. മൂന്നാമത് ഇസ്ലാം പഠിപ്പിച്ചത് നിഷിദ്ധമായ അറവ്. ആ അറവ് ഒരിക്കലും പാടില്ലാത്തതാണ്, ഹറാമാണ്. അതുവഴി വലിയ അപകടങ്ങളിലേക്ക് എത്തും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കുന്നത്, അത്തരം ആളുകളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറക്കാൻ പാടില്ല. നമ്മൾ അറക്കുന്നത് അല്ലാഹ്ക്ക് വേണ്ടിയാവണം, അല്ലാഹുവിന്റെ പേരിലാവണം. മറ്റുള്ള മരിച്ചുപോയ മഹാത്മാക്കൾക്ക് വേണ്ടി അറക്കാൻ പാടില്ല. ഏതെങ്കിലും പല നിലക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ കഴിയും. ശുഹദാക്കൾക്ക് വേണ്ടി, ബദരീങ്ങൾക്ക് വേണ്ടി, ഓമാനൂരിലെ ശോതാക്കൾക്ക് വേണ്ടി, അങ്ങനെ പലർക്കും വേണ്ടി അവരുടെ നാമത്തിൽ ഇടിഞ്ഞു വെച്ച് അറക്കുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് ശിർക്കായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ദർഗകളും ജാറങ്ങളും ഒക്കെ പലയിടത്തും പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ ഉരുക്കളെ ഇടിഞ്ഞു വെച്ച് നേർച്ചയാക്കി പ്രത്യേക അടയാളങ്ങൾ വെച്ച് ചരടുകൾ കെട്ടി അതിനെ ഭവ്യതയോടുകൂടി ബഹുമാനത്തോടുകൂടി കാണുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്, ഇത്തരം ബലികളൊന്നും നിങ്ങൾക്ക് പാടില്ല. നിങ്ങൾ അറക്കേണ്ടത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ഹറമ അലൈക്കും, ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കുന്നത് ഒരിക്കലും അത് പാടില്ലാത്ത വിഷയമാണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു. ഇത്തരം അറിവിലൂടെ സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും, അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമാകും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വൽ ബുദുലു ജഅൽനാ ലക്കും, നിങ്ങൾക്ക് ഈ നാൽക്കാലികളിൽ അതിനെയൊക്കെ നിങ്ങൾക്ക് ഈ വലിയൊട്ടകങ്ങളിൽ അതിനെ നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കീഴ്പ്പെടുത്തിയത് സംവിധാനിച്ചു തന്നത് മിൻ ശആഇരില്ലാ, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ അള്ളാഹു അടയാളപ്പെടുത്തിയ ചില നിയമങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, ലക്കും ഫീഹാ ഖൈറുൻ, അതിലൊക്കെ നിങ്ങൾക്ക് ഖൈറുണ്ട്. ആ ഖൈറിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഫദ്കുറസ്മല്ലാഹി അലൈഹാ സവാഫ്, നിങ്ങൾ അതിന്റെ കാല് ബന്ധിച്ചിട്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് നിങ്ങൾ അത് അറക്കണം. എന്നിട്ട് നിങ്ങൾ അത് സ്വയം ഭക്ഷിക്കണം. അതേപോലെ തന്നെ ഈ ബലിമൃഗത്തിൽ നിന്ന് മറ്റുള്ളവരെ ചോദിച്ചു വരുന്നവർക്കും അല്ലാത്തവർക്കും അതിന്റെ മാംസം നിങ്ങൾ എത്തിക്കണം. നമ്മൾ ആലോചിക്കൂ, ഇന്ന് ഹജ്ജിന്റെ വേളയിൽ ഏതാണ്ട് ഒരു 10 ലക്ഷത്തിലധികം ഉരുക്കളെ ദുൽഹജ്ജ് 10-ന് മിനയിൽ വെച്ച് ബലിയറക്കുന്നുണ്ട്. ആ ബലിമൃഗത്തിന്റെ മാംസം അവിടെയുള്ളവർ കഴിക്കുന്നു. അത് കഴിച്ചിട്ട് ബാക്കി മിച്ചം വരുന്നത് ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് അത് ദരിദ്ര രാഷ്ട്രങ്ങളിലേക്ക് അയക്കുകയാണ് അവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത്. അപ്പൊ ഇത് അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനം. ഈ സംവിധാനത്തെ നമ്മളും നെഞ്ചോട് ചേർക്കണം. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഹില്ലൂ ശആഇറല്ലാഹ്, ഒരിക്കലും വിശ്വസിച്ചവരെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കാൻ പാടില്ല. വലശഹറുൽ ഹറാം, പവിത്രമായ മാസത്തെയും നിങ്ങൾ അനാദരിക്കാൻ പാടില്ല. വലൽ ഹദിയ, ബലിമൃഗത്തെയും നിങ്ങൾ അനാദരിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ ശാസനയാണ്. നബിയോട് പോലും അള്ളാഹ് പറഞ്ഞത് എന്താണ്? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. നമുക്ക് പരിചയമുള്ള ചെറിയ അധ്യായമാണ്, ചെറിയ വാക്യങ്ങളാണ്, സൂക്തങ്ങളാണ്. പ്രവാചകരെ, താങ്കൾക്ക് നമ്മൾ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അതിന് പകരമായിട്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കണം. രണ്ടാമത്തേത്, നിന്റെ റബ്ബിന് വേണ്ടി ബലികർമ്മം നിർവഹിക്കണം. ഇത് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ അറബ് കൃത്യമായി നിർവഹിച്ചു. മദീനയിൽ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1 വർഷം പോലും മുടങ്ങാതെ എല്ലാ ഈ ബലിപെരുന്നാൾ സമയത്തും ഈ ഒരു കർമ്മം നിർവഹിച്ചു എന്നത് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇനി നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മൾ ഈ ബലികർമ്മത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതിന്റെ ആത്മാവ് എന്താണ്? ഇതിന്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ പറഞ്ഞത്, ലൻ യനാലല്ലാഹു ലുഹൂമഹ വലാ ദിമാഉഹ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഈ അറക്കുന്ന മൃഗങ്ങളുടെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുലേക്ക് എത്തുകയില്ല. അത് അള്ളാഹുലേക്ക് ചെന്നെത്തുന്നില്ല, ചെന്നു ചേരുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും,
നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തഖ്വയാണ്. നിങ്ങളിൽ നിന്ന് വരുന്ന തഖ്വയാണ് അള്ളാഹുവിന് ആവശ്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ അറിവിലൂടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒന്നാമത്തേത് ഇഖ്ലാസ് ആണ്, നിഷ്കളങ്കത. നിഷ്കളങ്കമായിട്ട് നിഷ്കപടമായിട്ട് ഭൗതികമായിട്ടുള്ള ഒന്നും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരാത്ത വിധത്തിലുള്ള ഒരു ഇബാദത്ത്. ആ നിലക്കാണ് നമ്മൾ ഈ കർമ്മത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത്. അവിടെ വല്ല ഇഹ്തിസാബ് മുസ്ലിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. പിന്നെ അവിടുന്ന് പറഞ്ഞു നിയ്യത്ത് സ്വാലിഹ, സ്വാലിഹായ നിയ്യത്തുണ്ടായിരിക്കണം മനസ്സിൽ. ഇല്ലി വജ്ഹില്ല, അള്ളാന്റെ കൃപ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അവന്റെ പ്രീതി മാത്രം, വഹദ് മാത്രം, വേറൊന്നും അതിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ലാ ഫഖറ വലാ റിയാ, അവിടെ ഒരിക്കലും ലോകമാനം ഉണ്ടാവാൻ പാടില്ല, ഒരിക്കലും ദുരാഭിമാനം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് ഈ കർമ്മത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങണമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, ഇതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ്. ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുകയാണെങ്കിൽ അതാണ് ഹൃദയത്തിന്റെ തഖ്വ എന്ന് റസൂലുള്ളാഹി ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ മാസത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു ബലികർമ്മമാണ്. നമ്മൾ ആലോചിക്കും, ഈ ബലികർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയൊരു ചരിത്രമുണ്ട്. ഇത് വെറും ഒരു അറിവല്ല, നമ്മൾ സാധാരണ ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീതിയല്ല. ഇതിന്റെ പിന്നിൽ ത്യാഗത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ത്യാഗത്തിന്റെ ഒരു ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഈ പരിശുദ്ധ ഹജ്ജിൽ ഇതിനൊരുങ്ങുമ്പോൾ ഇതിന്റെ ത്യാഗം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നമ്മൾ ആഴ്ത്തി ഇറക്കണം. ഇതൊരു പ്രവാചക കുടുംബത്തിന്റെ ചരിത്രമാണ്. നമുക്കറിയാം, അബുൽ അംബിയ, പ്രവാചകന്മാരുടെ ഉപ്പ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഏതൊരു പിതാവിന്റെയും മാതാവിന്റെയും ആഗ്രഹമായിരിക്കും ഒരു കുഞ്ഞുണ്ടാവുക എന്നത്. ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ നൽകണം, എനിക്കൊരു അനന്തരാവകാശിയെ നൽകണം. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അള്ളാഹു നൽകിയ കുഞ്ഞ്, അതാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ ചരിത്രം നമുക്കറിയാം. മക്കയിൽ ഒറ്റക്കിട്ട് പോയ ചരിത്രവും അതൊക്കെ വേറെ വർഷത്തേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അവിടെ ഒറ്റക്കായി പോയി, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ഓടിച്ചാടി നടക്കാനുള്ള പ്രായമെത്തിയപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വപ്നം കാണുന്നത്. പ്രവാചകന്മാരുടെ സ്വപ്നം നമ്മുടെ സ്വപ്നം പോലെയല്ല, അത് യാഥാർത്ഥ്യമാണ്. എന്താണ് സ്വപ്നം കാണുന്നത്? സ്വന്തം കുഞ്ഞിനെ അറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവര്, സ്വന്തം കുഞ്ഞെന്ന് പറയുന്നത് ഒന്നാമത്തെ വിഷയം പ്രായാധിക്യത്തിലുണ്ടായ കുട്ടിയാണ്. രണ്ടാമത്തെ വിഷയം ഒരേ ഒരു കുഞ്ഞ്. നമ്മളിപ്പോ ഒരു 10 മക്കൾ നമുക്കുണ്ടെങ്കിൽ അതിലൊന്നിനെ അറക്കാൻ പറഞ്ഞാൽ പോലും നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ തനിക്ക് താങ്ങും തണലുമായി തന്റെ കൂടെ നിൽക്കേണ്ട ഒരേ ഒരു സന്താനത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറക്കണമെന്നുള്ള ആജ്ഞയാണ് വരുന്നത്. ഈ ഒരു സ്വപ്നം കണ്ട സമയത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുത്ത് വരിക. എന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. എന്താണ് കണ്ടിരിക്കുന്നത്? നിന്നെ അറക്കാനുള്ള സ്വപ്നമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുന്നത്, പിതാവേ, നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത്, അള്ളാഹ് നിങ്ങളോട് ആജ്ഞാപിച്ചത് നിങ്ങൾ പ്രവർത്തിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, നിങ്ങൾക്ക് എന്നെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാൻ കഴിയും. നമ്മൾ ആലോചിക്കൂ, അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമർപ്പണം, സ്വന്തം മകന്റെ സമർപ്പണം, അനുസരണം, എന്നിട്ട് ആ മിനയിൽ കൊണ്ടുപോയിട്ട് അറക്കാൻ വേണ്ടി കടത്തുന്ന സ്ഥലം പലപ്പോഴും ഈ കൂട്ടത്തിൽ പലരും കണ്ടവരാണത്. ആ കിടത്തിയ മിനയിലുള്ള ഉയർന്ന പർവ്വതത്തിന്റെ ആ കുന്നിന് മുകളിൽ കൊണ്ടുപോയി കിടത്തി. നമ്മൾ ആലോചിക്കൂ, ഒരു പിതാവിന്റെ സമർപ്പണത്തിന്റെ വലിയ ഒരു ചരിത്രമാണ്, ത്യാഗത്തിന്റെ സ്മരണയാണ് നമ്മളെ ഓർക്കുന്നത്. അങ്ങനെ കടത്തുന്ന സമയത്ത് ഈ മകൻ വിവരിക്കുന്നത് വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ചരിച്ചു കിടത്തി മോൻ പറയുന്നു, ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഉപ്പ എന്നെ നന്നായിട്ട് എന്റെ കൈകാലുകൾ ബന്ധിപ്പിക്കണം, എന്റെ മുഖം മറച്ചു വെക്കണം, നിങ്ങളുടെ വസ്ത്രത്തിൽ അറക്കുമ്പോൾ എന്റെ രക്തമാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. തിരിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ ഉമ്മയുടെ അടുത്ത് ചെല്ലുമ്പോ ആ രക്തം കാണുമ്പോൾ എന്റെ ഉമ്മ അത് കാണുകയും സങ്കടം സഹിക്കവയ്യാതാവുകയും ചെയ്യും. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞു, കത്തി മൂർച്ച കൂട്ടണം, മരണം ഉറപ്പായാൽ നിങ്ങൾ എന്റെ ഉമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് എന്റെ സലാം എന്റെ ഉമ്മയോട് ഓതണം. ഇത്രയും ആയപ്പത്തേന് ചരിത്രത്തിൽ കാണാൻ കഴിയും, സ്വന്തം ഒരു പിതൃത്വത്തിന്റെ വാത്സല്യത്തിൽ ആ മകന്റെ നെറ്റിത്തടത്തിൽ മുത്തം കൊടുത്ത്
ഈ പിതാവ് ഒരു പിതാവിന്റെ വൈകാരികതയിൽ വയബിക്കി കരയുകയായിരുന്നു. ഈ കരച്ചിലാകുമ്പത്തേനും കത്തി വെച്ചിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അറക്കുന്ന ബലി നമ്മൾ മൃഗത്തിന്റെ മേൽ കഴുത്തിൽ കത്തി വെക്കുമ്പോ ഇത് കാലങ്ങൾക്കപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മകന്റെ കഴുത്തിൽ വെച്ച കത്തിയാണ്. ആ കത്തിയാണ് വിജയിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ വിളിയാളം വരുന്നു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഅ്യാ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇബ്രാഹിം, താങ്കളുടെ സ്വപ്നത്തെ താങ്കൾ സാക്ഷാത്കരിച്ചു. 100ൽ 100 മാർക്ക് വാങ്ങി താങ്കൾ വിജയിച്ചു. അതുകൊണ്ട് താങ്കൾ ഈ പരീക്ഷണത്തെ അതിജയിച്ചത് കൊണ്ട് ഇനി സ്വന്തം മകനെ ബലിയറക്കേണ്ടതില്ല. പകരമായിട്ട് ഒരു ഉരുവിനെ, ഒരാടിനെ കൊടുത്തു എന്നുള്ളത് ചരിത്രമാണ്. എന്നിട്ട് ഖുർആൻ അവസാനിപ്പിക്കുന്നത് ഇന്നഹാദാ ലഹുൽ ബലാഉൽ മുബീൻ. ഇത് വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കർമ്മത്തിന് ഒരുങ്ങണം. ഈ കർമ്മത്തിന് ഒരുങ്ങാനുള്ള സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഈ ബലി കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം 2 അഭിപ്രായങ്ങൾ ചരിത്രത്തിൽ, വചനങ്ങളിൽ കാണാൻ കഴിയും. ഒന്നാമത്തെ അഭിപ്രായം, ഇത് വളരെ കനപ്പെട്ട ഒരു സുന്നത്താണ്, വളരെ കനപ്പെട്ട ഒരു സുന്നത്താണ്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞത് ഇത് ഫറലാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളയെ പോലെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയെ പോലെ, ഇബ്നു ഫൗസാനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഇതൊരു ഫറലാണ്. സ്വന്തം മകനെ അറക്കാനുള്ള കൽപ്പന ശിരസാവഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ഒരു കർമ്മം ചെയ്ത് വിജയിച്ചപ്പോ നമ്മളോട് ഈ കർമ്മം ചെയ്യാൻ പറയുമ്പോൾ ഇത് നിർബന്ധമായ ഒരു കർമ്മമായിട്ട് പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ആളുകൾ ഇതിൽ പങ്കാളികളാവണം. അത് ഒരുങ്ങുന്ന ഒരു സമയത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ദുൽഖഅദയുടെ അവസാനത്തിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് 7 ആളുകൾക്ക് വരെ മാടലും ഒട്ടകത്തിലും ഒക്കെ പങ്കാളികളാവാം. ആടറക്കുന്നിടത്ത് ഒരാൾക്ക് മാത്രമേ അതിൽ ചേരാൻ കഴിയൂ, ഒരാൾക്ക് മാത്രം അറക്കണം. എന്നാൽ നമ്മൾ അറക്കുന്ന നമ്മുടെ നാട്ടിലുള്ള കാളയും ഇതുപോലെയുള്ള മൃഗങ്ങളിലൊക്കെ നമുക്ക് 7 ആളുകൾക്ക് വരെ പങ്കാളികളായിട്ട് ഈ ഒരു സമർപ്പണത്തിൽ, ഈ ഒരു ബലിയിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ ചേരുന്ന ആളുകൾ ദുൽഹജ്ജ് പറന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നഖവും അവരുടെ മുടിയും ഒക്കെ എടുക്കാതിരിക്കൽ, ആ ബലികർമ്മം കഴിയുന്നത് വരെ അത് വളർത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സുന്നത്തായിട്ടും ഒക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പറഞ്ഞു വന്നതിന്റെ രക്തചുരുക്കം, മഹത്തായ ഒരു കർമ്മത്തിന്റെ സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. അഥവാ ദുൽഖഅദ മാസത്തിലാണ്. ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ പരമാവധി ഓരോ വർഷത്തിലൊരിക്കൽ മാത്രമാണത് ഈ ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തേതിൽ ഞാനും പങ്കാളിയാവട്ടെ. ഒരുപക്ഷെ അടുത്ത വർഷം ദുൽഖഅദിൽ, ദുൽഹിജ്ജയിൽ ഞാൻ ഉണ്ടായിരിക്കുമോ എന്ന് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കിട്ടിയ അവസരം, ഈ സമർപ്പണം, നമ്മുടെ സമ്പത്ത് നമുക്ക് അള്ളാഹു നൽകിയ മഹത്തായ നിഅമത്താണ്. ആ സമ്പത്ത് സമർപ്പിക്കുന്നിടത്ത് ഈ ബലികർമ്മത്തിൽ എനിക്കും പങ്കാളിയാവാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയ്യത്താണ്. ആ രൂപത്തിൽ നമ്മളൊക്കെ ചിന്തിച്ച് ഈ കർമ്മത്തിന്റെ മഹത്വവും പ്രാധാന്യവും ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് എല്ലാം സമർപ്പിക്കുന്നവരായി മാറുന്നതിൽ നമ്മൾ കൂടുതൽ പരിശ്രമിക്കുക, ബദ്ധശ്രദ്ധരാവുക. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തഖികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു സൗഭാഗ്യമാണ് ഇസ്ലാം നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത്. ഈ കിട്ടിയ ഇസ്ലാം സമ്പൂർണമായിട്ടും സത്യമാണെന്നും ഈ സത്യമാകുന്ന ഇസ്ലാമിനെ നെഞ്ചോട് ചേർക്കാനും അഭിമാനത്തോടു കൂടി കാണാനും സാധിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ വിജയമാണ്. ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും, സ്വന്തം മതത്തോട് മതിപ്പില്ലാതെ ഒരു അപകർഷതാബോധം സ്വന്തം മതത്തിന്റെ മുമ്പിൽ പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പലതും ദീനിന്റെ പല ചിഹ്നങ്ങളെയും ദുർവ്യാഖ്യാനിച്ച് സമാധാനം അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. മതത്തിന്റെ പല നിയമങ്ങളെയും നിന്ദിച്ച് അതിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. യുക്തിവാദം എന്ന പേരിലും സ്വതന്ത്ര ചിന്ത എന്ന പേരിലും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും.
ഖുറാനും ഹദീസും ഒക്കെ ആവോളം ദുർവ്യാഖ്യാനിച്ച് സർവമത സത്യവാദത്തിന്റെ ആളുകൾ എന്ന പേരിലൊക്കെ ചിലർ ഈ അടുത്ത കാലത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമുക്കറിയാം CH മുസ്തഫ മൗലവി. സാന്ദർഭികമായിട്ടൊക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു പുതിയ അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളെയും, അത് ഇസ്ലാമിന്റെ വ്യക്തി നിയമങ്ങൾ, പരമ്പരാഗത വിശ്വാസങ്ങളിലെയും അതേപോലെ ഓരോ നിയമങ്ങളെയും പുച്ഛിച്ച് അതിനെയൊക്കെ മോശമായി ചിത്രീകരിച്ച് ദുർവ്യാഖ്യാനിച്ച് ലിബറൽ ഇസ്ലാമിക ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ അദ്ദേഹം ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഈ ബലി എന്ന് പറയുന്ന ഒരു കർമ്മത്തെ അതിനെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹം ഈ ബലിയെ കുറിച്ച് പറയുന്നത് ഇത് മാനവികമല്ല, ഈ ബലി എന്ന് പറയുന്നത് മാനവികമല്ലാത്തത് കൊണ്ട് മാനവികമാക്കാനുള്ള ചില ശ്രമങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതിനെ മാനവികമാക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമുക്കൊരു 4000 രൂപ ഇതിന്റെ പേരിൽ നമുക്ക് തന്നാൽ, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ ഈ ബലിയെ നമ്മളൊരു സേവന ബലിയാക്കി മാറ്റാം, അഹിംസാത്മകമാക്കി, അഹിംസയുടെ അപ്പുറത്തേക്ക് അതിനെ മാറ്റിയിട്ട് അഹിംസ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ അറക്കുന്നതും ഇതൊക്കെ പാടില്ലാത്തതാണെന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറ്റി ഇതിനെ നല്ല നിലക്കുള്ള ഒരു അവശ്യ സേവനമായി മാറ്റാം. എന്നിട്ട് അദ്ദേഹം ഇതിനെ എത്രത്തോളമാണ് ചെറുതാക്കിയതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ എഴുത്തിൽ തൂലികയിൽ അദ്ദേഹം എഴുതിയത് പാവപ്പെട്ട ആളുകൾക്ക് ബാത്റൂം ഉണ്ടാക്കി കൊടുക്കാൻ ഉപയോഗിക്കാം, പാവപ്പെട്ട ആളുകൾക്ക് വീട്ടു സാധനങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു മഹത്തായ കർമ്മത്തെ പുച്ഛിക്കുന്നു. നമ്മൾ ആലോചിച്ചപ്പോൾ പ്രിയപ്പെട്ടവര്, ഞാനിവിടെ പറഞ്ഞു ഇതൊരു സമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ ചരിത്രമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിച്ച ഒരു ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ത്യാഗമാണ്. സ്വന്തം മകനെ അറക്കുക, ആ ഒരു കർമ്മത്തോട് സമരസപ്പെട്ടുകൊണ്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ നിശ്ചയിച്ച ഒരു ഇബാദത്ത്, ഈ ഇബാദത്തിനെ പുച്ഛിച്ച് ഇത്രമാത്രം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ആളായി ചമഞ്ഞുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾ നടത്തും. ഇവിടെയൊക്കെ നമ്മൾ കരുതിയിരിക്കണം. ഈ പുതിയ കാലത്ത് നമ്മുടെ ചെറുപ്പക്കാരൻ, ന്യൂജൻ, നമ്മുടെ കുട്ടികൾ അടക്കമുള്ളവരൊക്കെ ഈ യുക്തിവാദത്തിലേക്കും നിരീശ്വര നിർമ്മതവാദത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് കാഴ്ചപ്പാടുണ്ടാവണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ ബലികർമ്മം എന്ന് പറയുന്നത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കാളികളാവുക. ഇവിടെ നമുക്കിത് നിർവഹിക്കാനുള്ള സംവിധാനം നമ്മുടെ ഈ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. 7600 രൂപയാണ് ഒരാൾക്ക് ഷെയർ കൊടുക്കേണ്ടത്. അപ്പൊ ആ ഷെയറിൽ പങ്കെടുക്കാൻ അതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ പരമാവധി നമ്മുടെ മൊയ്തുക്കയുമായി ബന്ധപ്പെട്ട് ആ ഒരു സംരംഭത്തിൽ ഇന്നു മുതൽക്ക് തന്നെ പങ്കാളികളാവണമെന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഇത്തരത്തിലുള്ള കർമ്മങ്ങളും നമ്മുടെ ഇബാദത്തുകളും ഒക്കെ നല്ല രൂപത്തിൽ പൂർത്തീകരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിനും അവന്റെ പ്രീതിക്കും ഒക്കെ വിധേയമാകുന്ന ആളുകളിൽ, വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വെക്കേഷൻ കാലത്ത് അവർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നമ്മുടെ MSM പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി നാളെ മഗ്‌രിബ് മുതൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇൻഷാ അല്ലാഹ്. നിശാ ക്യാമ്പ് എന്ന പേരിൽ നാളെ നമ്മൾ നടത്തുന്നുണ്ട് ഇവിടെ വെച്ച്, ഈ പള്ളിയിൽ വെച്ച്. അപ്പൊ നമ്മുടെ മക്കളെയൊക്കെ അതിലേക്ക് പറഞ്ഞേക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളും ഖുർആനും ഒക്കെയായി ബന്ധപ്പെട്ട നമുക്ക് കിട്ടേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതിലെല്ലാവരും പങ്കാളികളാവണം, മക്കളെ പറഞ്ഞേക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അറിഞ്ഞും അറിയാതെയും ഒക്കെ വന്നിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ജീവിതത്തിൽ കൂടുതൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖും ഉദവിയും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ധാരാളക്കണക്കിന് ആളുകൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.